ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ഗ്രീൻ പെപ്പർ ഫിഷ് ഫ്രൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ അയലമീനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അയലമീനാണിത്. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോയിലെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക. ഇത് നമ്മൾ ആദ്യമേ തന്നെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാവുന്നതാണ്. കുറച്ച് എരിവുള്ള കാന്താരി മുളക്, ഒരു പിടി കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി അരപ്പ് എന്തോരം നമുക്ക് അരപ്പ് കൂടുതൽ വേണമെങ്കിൽ ഉള്ളി കൂടുതൽ ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 8 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ച കുരുമുളകാണ് കേട്ടോ. ഇത് ഒരു പിടി പച്ച കുരുമുളകാണ്. പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതിന് എന്തായാലും ഉണങ്ങിപ്പൊടിച്ച കുരുമുളകിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരു പിടി കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ പുതിന, ഒരു പിടി പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒന്നെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അയലമീൻ അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അയലമീൻ കുറച്ച് കടുക് തിരുമ്മിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കടുക് തിരുമ്മി വെക്കാറുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പേസ്റ്റ് നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരണം. അതിനായിട്ട് കുറച്ച് നേരം എടുത്ത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അയലമീൻ മാത്രമല്ല, ഏത് മീനാണേലും നമുക്കിതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ഈ മീൻ വറുത്തത് ഇനി ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ വരെ ഉപയോഗിക്കാവുന്നതാണ്. അത്രയും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒന്നുകിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മളിത് പുറത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിനി മീൻ ഫ്രൈ തയ്യാറാക്കാം. പാൻ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായി വെളിച്ചെണ്ണയിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന പാകമായി കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മീൻ ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഓരോന്നായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്ത് പാകത്തിനൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നമ്മുടെ പാകത്തിനനുസരിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മീൻ പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. അടിപൊളി മീൻ ഫ്രൈ ആണ്. മീൻ ഫ്രൈ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കപ്പയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ വരെ കോമ്പിനേഷനായിട്ട് കൂട്ടാവുന്ന ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ
ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ളവർ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. മീനെല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് കഴിച്ചാൽ മാത്രം മതി. ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ മേലെയായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത് നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.